ഇല്ലാടില്ല, അത് നമ്മുടെ ഗംഗ. മനസ്സിലായി ഏത് ഗംഗ? മണിച്ചിത്രത്താഴിലെ ഗംഗയല്ല, നമ്മുടെ കമ്മട്ടിപ്പുറത്തെ ഗംഗ. മനസ്സിലായി ആരാണ്? വിനായകൻ ചേട്ടൻ. പുള്ളിക്കാരൻ എവിടെ പോയാലും പ്രശ്നമുള്ള ഒരാളല്ലേ. എന്താ സംഭവം എന്നറിയില്ല. ഇന്നാൾ കൂടി ഹൈദരാബാദ് അവിടെ എയർപോർട്ടിൽ വെച്ച് ഫുള്ള് പ്രശ്നം. ആൾക്കാർ തെറി അത് ഇത് പറഞ്ഞ പോലെ. എന്താ സംഭവം? ആള് വേറെ മൂഡ്, ഏത് മൂഡ്, പൊള്ളി മൂഡ് പറഞ്ഞ വിനായകൻ ചേട്ടൻ്റെ എന്താ സംഭവിച്ചു? എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ പുള്ളിക്കാരൻ എന്തോ ഗോവയിൽ എന്തോ പോയിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ കൂടി റീൽസ് കണ്ടതാണ്. എന്ന് വെച്ചാൽ റീൽസിൽ ഫുള്ള് ട്രെൻഡിങ് വിനായകന്റെ, മനസ്സിലല്ലേ? എന്ന് വെച്ചാൽ വിനായകൻ ചേട്ടന്റെ, നമ്മുടെ ഗംഗ, കമ്മട്ടിപ്പുറത്ത് ഗംഗന്റെ, മനസ്സിലല്ലേ? എന്താ സംഭവിച്ചു? അവിടെ ഒരു ചായക്കടയിൽ പോയിട്ട് ഫുള്ള് തെറിയാണോ എന്തൊക്കെയോ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവും. അത്യാവശ്യം ലോങ്ങുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പുള്ളിക്കാരൻ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തോ ഒരു ഫീൽ വരും. എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് അടുത്ത് പോലെ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയോ പറയുന്നുണ്ട് ചായക്കടക്കാൻ്റെ ഇത്. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. അവർ മറ്റേ നമ്മുടെ കട്ടപ്പന ഋത്തികേഷൻ പറഞ്ഞ പോലെ ഇതൊക്കെ എന്തിനാണ് പോയി ഞങ്ങളോട് പറയുന്ന ഒരു അവസ്ഥയിലാണ് ചായക്കടക്കാരും അവിടുത്തെ ആൾക്കാരൊക്കെ. കുറച്ച് പേർക്ക് ചിരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ട്രൗസറൊക്കെ ഇട്ട് ഒരു ബനിയനൊക്കെ ഇട്ട് ഒരു ലുക്കില്, ഷൂട്ടിംഗ് ലൊക്കേഷൻ ലുക്കാണെന്ന് അറിയില്ല, അവിടെ പോയിട്ട് പല പ്രശ്നം എന്തൊക്കെയോ പറയുന്നുണ്ട്, മനസ്സിലല്ലേ? ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ എവിടെ പോയാലും അവിടെ ആൾക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്നാളോട് ഞാൻ പറഞ്ഞു ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ചിട്ട് എന്തോ ഇതിന് വേണ്ടിയിട്ട് പ്രശ്നമായി, ലാസ്റ്റ് ആ പോലീസ് എന്തോ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ സംഭവം കുറേ പ്രശ്നങ്ങൾ അവിടെ നമ്മളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ റീലൊന്നും വയ്ക്കാനുള്ള ചെറിയൊരു റീലാണ് വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കാം സോഷ്യൽ മീഡിയയിൽ. സ്വാഭാവികമായും സെലിബ്രിറ്റി അല്ലേ, അപ്പം അതിന് സ്വാഭാവികം വ്യൂസ് കൂടും, ആൾക്കാർ കൂടുതൽ നെഗറ്റീവ് പറയും. അപ്പം ഞാൻ വീഡിയോ പ്ലേ ചെയ്യലുള്ളത്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഹലോ ഹലോ ഹോമിയോ ഫാർമസി. ഹോമിയോ ഫാർമസി. ഹലോ. അപ്പൊ അതാണ് ഇംഗ്ലീഷിലാണ് തോന്നുന്നു എന്തൊക്കെയോ പറയുന്നത്. ഇംഗ്ലീഷിലാണ് തോന്നുന്നു. മറ്റേ എന്തൊക്കെയോ ഓപ്പോസിറ്റ് പറയുന്നുണ്ട്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ രണ്ടുപേരും നമ്മൾ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് ചേട്ടാ. ഇനിയിപ്പോൾ ചായ കൊടുക്കാത്തതിനാണോ എന്നറിയില്ല, ഇനിയിപ്പോൾ ചായക്കടയെ പറ്റി വേറെ ചോദിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. സംഭവം ഒറിജിനലായിട്ടുള്ള സംഭവം എന്താണെന്ന് ഇനിയും വെളി വന്നിട്ടില്ല. ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് മനസ്സിലായി പറയില്ല. ഇത് ഈ ഒരു സൈഡിൽ നിന്ന് എടുത്താണില്ല, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഇങ്ങനെ എടുത്തത്. പുള്ളിക്കാൻ ലെഫ്റ്റ് സൈഡ് കാണുള്ളൂ. റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടില്ലല്ലേ, അത് സേവ് ചെയ്യാൻ മറന്നു. ഇപ്പോൾ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതാണ് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് അവിടെ. പുള്ളിക്കാർ ഷൂട്ടിന് പോയതാണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതാണോ എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇല്ലടല്ല. അപ്പം നോക്കാം, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ പറയാം. ഇപ്പം കിട്ടിയത് ഇതാണ് ഇല്ല, വിനായകൻ ചേട്ടൻ അവിടെ എത്തി, അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ നോക്കാം. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ ഞാൻ പറയാം. പുള്ളിക്കാരൻ സീനാട്ടാ, എന്ന് വെച്ചാൽ ഗംഗ, മനസ്സിലല്ലേ? കമ്മട്ടിപ്പുറത്ത് ഗംഗ. അപ്പം നമുക്ക് നോക്കാം ഇല്ലടല്ല എന്താ സംഭവിക്കുന്നുള്ളത്. ഓക്കെ.